കാലിക്കറ്റ് സർവകലാശാലയിൽ സർക്കാരിനെ നോക്കുകുത്തിയാക്കി രാജ്ഭവൻ സ്വന്തം നിലയിൽ വിസി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചതിൽ സർക്കാർ നിയമ നടപടിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയമോപദേശം തേടി ഗവർണറുടെ നടപടി മരവിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോടതിയെ സമീപിച്ചേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടുചേരുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ വിഷയത്തിൽ ഇവിടെ എന്തിനാണ് സർക്കാർ എന്ന ചോദ്യം ധ്വനിപ്പിച്ചുകൊണ്ടായിരുന്നല്ലോ രാജ്ഭവൻ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം സർക്കാർ തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി കോടതിയിലേക്ക് പോകാനാണോ സർക്കാരിന്റെ ഒരു തീരുമാനം? തീർച്ചയായും ഗവർണറുടെ ഈ നടപടി സർക്കാരിനെ നോക്കുകുത്തിയാക്കിയാണ് നടപ്പാക്കിയിരിക്കുന്നത്. കാരണം സാധാരണ സർവകലാശാലകളിലെ വിസി നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക മാത്രമാണ് രാജ്ഭവന്റെ ചുമതല. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുക, അതായത് അപേക്ഷകൾ ക്ഷണിക്കുക എന്നുള്ളത് സർക്കാരാണ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തൊട്ടു മുൻപ് നടന്ന ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിലും ഒപ്പം സാങ്കേതിക സർവകലാശാല വിസി നിയമനങ്ങളിലെല്ലാം സമാനമായി സർക്കാരാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത്. പക്ഷേ ഇത്തവണ ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. രാജ്ഭവൻ തന്നെ സ്വന്തം നിലയിൽ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചു. ഇതിനെതിരെ നിയമോപദേശം തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആർ ബിന്ദു 24 പറഞ്ഞിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇപ്പോൾ താൽക്കാലികമായി ഈ തീരുമാനം മരവിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുക എന്നുള്ള ആവശ്യമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. കാരണം ഈ ഡിസംബർ 5 മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷനിൽ രാജ്ഭവൻ പറയുന്നത്. എന്തായാലും അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നോട്ടിഫിക്കേഷൻ മരവിപ്പിച്ച് തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.